ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ചെറുപയർ ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു 4-5 ചെറിയുള്ളി, 3-4 വെളുത്തുള്ളി, ഇത് നന്നായിട്ട് നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കണം. എനിക്ക് ചോപ്പറുള്ളതുകൊണ്ട് ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ സാധാരണ നമ്മൾ നോർമലി നൈഫ് വെച്ചിട്ട് അരിഞ്ഞാലും മതി. പിന്നെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് പാനിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗണിഷ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ഇടണം. കാരണം കറി ലീവ്സ് ഇട്ട അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇനി ചെറുപയർ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടതാണ്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ വിസിലിട്ടു. ഞാനൊരു 3 വിസിലിട്ട് നന്നായി വേവിച്ച് മാറ്റി വെച്ചതാണ് ചെറുപയർ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ്. സോ ഉപ്പ് നമ്മൾ നോക്കുക, ബാലൻസ് ചെയ്ത് നോക്കുക, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് ഈ വഴണ്ട് വരുമ്പോൾ നമുക്കൊരു കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ വേവിച്ച് വെച്ച ചെറുപയർ നമ്മൾ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. വേവിച്ച് വെച്ച ചെറുപയറിലത്തെ വെള്ളം കളഞ്ഞിട്ട് വേണം, ചെറുപയർ മാത്രമായിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകും. നമുക്കതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഒലന്നിരിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി. കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ടേസ്റ്റ് വരുമ്പം അതായിരിക്കും. സോ കറി ലീവ്സ് ഇട്ടാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് തന്നെ വരും. ഓക്കെ, സോ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ഡിഷാണ് ചെറുപയർ. ആർക്കും കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. സോ നിങ്ങൾ ചെറുപയർ നിങ്ങളുടെ ഡയറ്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, Thank you for watching. This is the final product. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്, സിമ്പിൾ ചെറുപയറാണ്, ബട്ട് ഇറ്റ്സ് വെരി യമ്മി. ഡു ട്രൈ. വെരി സിമ്പിൾ റെസിപ്പി, വെരി ടേസ്റ്റി. കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ കൊടുത്തയക്കാം, സ്കൂൾ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. വെരി സിമ്പിൾ, പക്ഷേ അത് പ്രത്യേക ടേസ്റ്റുള്ള ഒരു വിഭവമാണ്.